ഓവനില്ലാതെ പിസ്സ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ കടയിൽ പോയി വാങ്ങണം. ചെറു ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മൈദയിലേക്ക് ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ്ങും ഉപ്പും ചേർത്തതിന് ശേഷം ഈസ്റ്റ് മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് 2 മണിക്കൂർ വെക്കാം. ബോൺലെസ് ചിക്കൻ ക്യൂബ്സിലേക്ക് സോയാ സോസും വിനീഗറും റെഡ് ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ടൊമാറ്റോ സോസും ഇറ്റാലിയൻ സീസണിങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പഴുത്ത തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ചിക്കൻ കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ സെയിം പാനിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാളയും പിന്നെ നമ്മൾ ടൊമാറ്റോ പ്യൂരിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് സ്പൈസിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോസ് റെഡി. പിന്നെ ടോപ്പിങ്സിനായിട്ട് ക്യാപ്സിക്കവും സവാളയാണ് എടുത്തിരിക്കുന്നത്. പിസ്സ ഡോ 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം. ഫോർക്കും കൊണ്ട് ഒന്ന് കുത്തിയതിന് ശേഷം പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും ഇഷ്ടമുള്ള ടോപ്പിങ്സ് എല്ലാം കൂടെ ചേർത്ത് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ഒരു ചീസ് സ്ലൈസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലേക്ക് പിസ്സ ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ പ്രിപ്പയർ ആയി കിട്ടും. പിന്നെ നമ്മൾ ഫ്രൈങ് പാനിലും ചെയ്യുന്നുണ്ട് സെയിം പ്രൊസീജിയർ. പിസ്സ ബേസ് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ ടോപ്പിങ്സ് ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 10 to 12 മിനിറ്റ്സ് ഫ്രൈങ് പാനിലും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിസ്സ റെഡി. ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക.